ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗ്രൂപ്പിലും ഇങ്ങനെയുള്ള ഒരാളുണ്ടായിരിക്കും. അയാൾ എവിടെ പോയാലും എങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ അവർക്ക് ചില സെക്കൻഡുകൾ മാത്രം മതിയായിരിക്കും. ആളുകൾ അവരുടെ വാക്കുകൾ കേൾക്കും, അവരുടെ പ്രസൻസിനെ ഫീൽ ചെയ്യും. എന്നാൽ ഇവർക്ക് ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്കാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ നോർമൽ ആൻഡ് ജെനുവിൻ ആയിരിക്കും. എന്നാൽ നിങ്ങളെ കൊണ്ട് ആരെയും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണെന്നാൽ, ശരിക്കും നിങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഫ്രണ്ട്സ്, ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവർ ചെയ്യുന്നത്? ഫ്രണ്ട്സ്, ഇവിടെ സത്യം എന്താണെന്നാൽ അവരിൽ യാതൊരു സ്പെഷ്യൽ ക്വാളിറ്റിയോ മാജിക്കോ ഫേക്ക് കോൺഫിഡൻസോ ഒന്നുമില്ല. എന്നാൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ അവർ നല്ല രീതിയിൽ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 5 സീക്രട്സിനെ പറ്റിയാണ്. സോ ലെറ്റ്സ് ബിഗിൻ. സീക്രട്ട് നമ്പർ 1, ഇന്നർ സ്റ്റെബിലിറ്റി. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ കൂടുതലായും ഏതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? ഓപ്ഷൻ നമ്പർ 1, നിങ്ങൾ സംസാരിക്കേണ്ട ആ ഒരു വിഷയത്തിലേക്ക്. ഓപ്ഷൻ 2, എതിരെയുള്ള ആൾ നിങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളതിനെ പറ്റി. ഫ്രണ്ട്സ്, എനിക്കറിയാം നിങ്ങളിലെ 99% ആളുകളുടെയും ഉത്തരം എന്നുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കുമെന്ന്. ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങളുടെ അട്രാക്ഷൻ ലൂസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ. കാരണം അട്രാക്ഷൻ എന്നുള്ളത് മറ്റുള്ളവരിൽ നിന്ന് അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്ന് വരില്ല. തങ്ങളുടെ പ്രസൻസിനെ മറ്റുള്ളവരിൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരാളിൽ നിന്നും മാത്രമേ അട്രാക്ഷൻ വരൂ. ഇന്നർ സ്റ്റെബിലിറ്റി എന്നാൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നതല്ല. ഇതിൻ്റെ അർത്ഥം ഇമോഷണലി നിങ്ങൾ ഓവറായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആളുകൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും? എന്നെ ഒരു മണ്ടനെ പോലെ കാണോ? അവർക്ക് ബോറടിക്കോ? ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഇതുകൊണ്ടാണ് നിങ്ങൾ എത്ര നല്ലവനാണെങ്കിലും മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരു ബോറിംഗ് പേഴ്സണായിട്ട് തോന്നുന്നത്. കാരണം നിങ്ങളുടെ എനർജി മറ്റുള്ളവരെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് എന്നെ ഇഷ്ടപ്പെടണം, എന്നെ ഇഗ്നോർ ചെയ്യരുതേ, ഇങ്ങനെ നിങ്ങൾ അവരോട് ബെഗ് ചെയ്യുന്നത് പോലെയാണ്. നിങ്ങളിലെ ഈ ഒരു എനർജിയാണ് നിങ്ങളെ അൺഅട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത്. സോ ഇതിനുള്ള സിമ്പിൾ സൊല്യൂഷൻ എന്താണെന്നാൽ, ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ സെൽഫ് വർത്ത് എന്നുള്ളത് ഒരിക്കലും തന്നെ മറ്റൊരാളുടെ റെസ്പോൺസ് വെച്ചല്ല തീരുമാനിക്കപ്പെടുന്നത് എന്ന്. അട്രാക്റ്റീവ് ആയിട്ടുള്ള എല്ലാവർക്കും ഇതേപ്പറ്റി നന്നായിട്ട് അറിയാം. എല്ലാവർക്കും തങ്ങളെ ഇഷ്ടപ്പെടണമെന്നില്ല എന്ന്. ഈ റിയാലിറ്റിയെ അവർ ആക്സെപ്റ്റ് ചെയ്യും. ഇതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പ്രതികരിക്കുക, ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കുക, തങ്ങളെ ജസ്റ്റിഫൈ ചെയ്യുക, ഇതിനൊന്നും അവർ നിൽക്കില്ല. അവരിൽ ഒരു സൈലൻറ്റ് കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. സോ ഇനി നിങ്ങൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും എങ്ങനെ അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് സംസാരിക്കാതിരിക്കുക. അതിനു പകരം ഞാൻ എങ്ങനെയാണോ ഉള്ളത് അതിന് ഞാൻ ഓക്കെ ആണെന്ന് വിചാരിച്ച് നിങ്ങൾ സംസാരിക്കുക. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് സ്ലോ ആകും, വോയിസ് സ്റ്റേബിൾ ആകും, നിങ്ങളുടെ പ്രസൻസ് ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആകും. ഫ്രണ്ട്സിന് നിങ്ങൾക്കും ഒരു അട്രാക്റ്റീവ് പേഴ്സണായിട്ട് മാറണം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഒരു ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളിൽ ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ് ഇതൊക്കെ കാരണം കൊണ്ട് നിങ്ങൾ ലൈഫിൽ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നാൽ, ഇവിടെ നിങ്ങളെ ഡെയിലി പുഷ് ചെയ്ത് നിങ്ങളിൽ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി ഇതൊക്കെ ഉറപ്പുവരുത്താനായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ദിവസേന നിങ്ങൾക്ക് ലഭ്യമായിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ഓവറോൾ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ്ങും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഒരു ഗ്രോത്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. സീക്രട്ട് നമ്പർ 2, ഐ കോൺടാക്റ്റ് ആൻഡ് ബോഡി ലാംഗ്വേജ്. ഈ പോയിന്റ് വളരെ പവർഫുള്ളാണ്. ഇത് ആരെങ്കിലും ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ആളുകൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വെച്ച് നിങ്ങളെ വിലയിരുത്തും. സോ നിങ്ങൾ എത്ര നന്നായി സംസാരിച്ചാലും, എത്ര നല്ല ഡ്രസ്സ് ഇട്ടാലും, എത്ര നല്ല ബോഡി ബിൽഡ് ചെയ്താലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആൻഡ് ഐ കോൺടാക്റ്റ് വീക്കാണെങ്കിൽ നിങ്ങൾ അൺഅട്രാക്റ്റീവായി കാണപ്പെടും. എതിരെയുള്ള ആൾ നിങ്ങളെ ലൈറ്റായി എടുക്കും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ വീക്കാണ് എന്നുള്ളതല്ല. നേരെ മറിച്ച് നിങ്ങളുടെ ബോഡി സിഗ്നൽ ആളുകളുടെ മൈൻഡിൽ ഒരു തെറ്റായ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഐ കോൺടാക്റ്റ് എന്നാൽ എല്ലാവരെയും ഇങ്ങനെ തുറച്ചു നോക്കണം എന്നുള്ളതല്ല. നേരെ മറിച്ച്
ഞാൻ ഈ ഒരു പ്രസൻറ്റിലാണുള്ളത്, ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് മറ്റുള്ളവരിലേക്ക് സിഗ്നൽ നൽകുന്ന ഈ ഒരു ടെക്നിക്കാണ്. സോ ഇതിനായിട്ട് നിങ്ങൾ 5 സെക്കൻഡ് റൂൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ എതിരെയുള്ള ആളുടെ കണ്ണിലേക്ക് 4 to 5 സെക്കൻഡ് കോൺഫിഡൻസോട് കൂടി നോക്കുക. സോ ഇതിലൂടെ അവർക്കും അത് അൺകംഫർട്ടബിളായി തോന്നില്ല, നിങ്ങളും നെർവസ് ആകില്ല. ബട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ തിരിക്കാതിരിക്കുക. ഫാസ്റ്റ് ഐ മൂവ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് നിങ്ങളെ അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ട് കാണിക്കും. ബോഡി ലാംഗ്വേജിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് മുകളിലെ ഐ ബട്ടണിൽ വരും, നിങ്ങൾ അതുകൂടി ഒന്ന് കാണുക. സീക്രട്ട് നമ്പർ 3, ആക്റ്റീവ് ലിസണിങ്. ഫ്രണ്ട്സ്, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് സംസാരം മാത്രം പോരാ, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കേൾക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് എല്ലാവരും തങ്ങളുടെ സംസാരം, അവരുടെ ലൈഫ് സ്റ്റോറി, പ്രോബ്ലംസ് ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ പീസ്ഫുള്ളായി ശ്രദ്ധയോടുകൂടി മറ്റുള്ളവരെ ലിസൺ ചെയ്യുന്ന ഒരാൾ ഇൻസ്റ്റൻ്റ്ലി ഡിഫറെൻ്റായി കാണപ്പെടും. ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്കോ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫേക്ക് ആൻഡ് അൺഅട്രാക്റ്റീവായും കാണപ്പെടും. സോ അടുത്ത പ്രാവശ്യം അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. എന്നാൽ നിങ്ങൾ മുഴുവൻ ഫോക്കസും അവരിലേക്ക് നൽകുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് തോന്നും ഇയാൾ എന്നെ ഇഗ്നോർ ചെയ്യുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഇയാൾ ഇൻട്രസ്റ്റഡ് ആണെന്ന്. ആൻഡ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്നാൽ, സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പേര് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുക. ഇതിലൂടെ അവരുമായിട്ടുള്ള കണക്ഷൻ കുറച്ചുകൂടി ഡീപ്പാകും. കാരണം ഓരോരുത്തർക്കും ഈ ലോകത്തിലെ അവരുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്നുള്ളത് അവരുടെ പേരാണ്. ആളുകൾ നിങ്ങൾ എന്താണ് സംസാരിച്ചത് എന്നുള്ളതിനേക്കാളും ഓർത്ത് വയ്ക്കുക, നിങ്ങൾ അവരെ എങ്ങനെയാണ് ഫീൽ ചെയ്യിപ്പിച്ചത് എന്നുള്ളതായിരിക്കും. സോ ആ ഒരു കംഫേർട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലി അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. സീക്രട്ട് നമ്പർ 4, പ്രസൻറ്റേഷൻ ആൻഡ് ലുക്സ്. ചിലർ വിചാരിക്കും ലുക്കൊന്നും ഒരു മാറ്ററേ അല്ല എന്ന്. ബട്ട് ഫ്രണ്ട്സ്, റിയാലിറ്റി എന്താണെന്നാൽ നിങ്ങളുടെ ലുക്കാണ് നിങ്ങളുടെ എതിരെയുള്ള ആൾക്ക് നിങ്ങൾ ആരാണെന്നുള്ള ഫസ്റ്റ് സിഗ്നൽ നൽകുന്നത്. നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ്, ബോഡി പോസ്ചർ, ഗ്രൂമിങ് സെൻസ് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് മറ്റുള്ളവരോട് പറയാതെ പറയുന്നുണ്ട്. ബട്ട് ഇവിടെ നിങ്ങൾ ഒരു മോഡലിനെ പോലെ ഡ്രസ്സ് ചെയ്യണമെന്നല്ല നമ്മൾ പറയുന്നത്. അട്രാക്ഷൻ എന്നുള്ളത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഫേസ് അല്ല, അത് നിങ്ങളുടെ പ്രസൻറ്റേഷനാണ്. നിങ്ങളുടെ ക്ലോത്ത്സ് ക്ലീൻ ആൻഡ് ഫിറ്റ് ആണെങ്കിൽ, നിങ്ങൾ നേരെ നിവർന്ന് നിൽക്കുകയാണെങ്കിൽ, നിങ്ങളെ എങ്ങനെ ക്യാരി ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഒരു ആവറേജ് ലുക്കിലാണെങ്കിൽ പോലും ആളുകളുടെ മൈൻഡിൽ ഒരു സ്ട്രോങ് ഇംപ്രഷൻ നിങ്ങളെപ്പറ്റി ക്രിയേറ്റ് ആകും. എന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലുക്കിനെ കാഷ്വൽ ആൻഡ് ലൈറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ, ഡ്രസ്സിങ് സെൻസ് വീക്ക് ആണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ എതിരെയുള്ള ആളും നിങ്ങളെ ലൈറ്റായിട്ടായിരിക്കും എടുക്കുക. നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ എത്ര റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ അതേ റെസ്പെക്റ്റ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. സോ ലുക്സിൻ്റെ മേലെ വർക്ക് ചെയ്യുക. ലുക്സ് എന്നുള്ളത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ല, നിങ്ങൾ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സൈനാണ്. സീക്രട്ട് നമ്പർ 5, ട്രൂ കോൺഫിഡൻസ്. ഫ്രണ്ട്സ്, ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇതാണ്. കാരണം നിങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അപ്പോൾ നേരത്തെ പറഞ്ഞ 4 പോയിൻറ്റ്സും വർക്ക് ആകില്ല. നിങ്ങൾ ബെസ്റ്റ് ഡ്രസ്സ് ഇട്ടാലും പെർഫെക്റ്റ് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്താലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംശയമാണെങ്കിൽ, സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ ലോകവും നിങ്ങളെ സംശയിക്കും. കോൺഫിഡൻസ് എന്നാൽ എല്ലാവരേക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്നതല്ല. നേരെ മറിച്ച് നിങ്ങളൊരു സ്ഥലത്ത് സൈലൻ്റ് ആയിരുന്നാലും അവിടെ നിങ്ങൾക്ക് യാതൊരു ഓക്വേർഡൻസും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ ഒരു റൂമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരെയും ഒന്നും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ആരിൽ നിന്നും നിങ്ങൾ അപ്രൂവലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഈ ഒരു മൈൻഡ് സെറ്റാണ്. ഇവിടുന്നാണ് നിങ്ങളിൽ റിയൽ കോൺഫിഡൻസ് ബിൽഡാകുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. കോൺഫിഡൻസിനെ ഫേക്ക് ചെയ്യാൻ സാധിക്കില്ല, അതിനെ ബിൽഡ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ എന്ന്. ആൻഡ് അത് എപ്പോൾ സാധ്യമാകുമെന്നാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ വർത്തായിരിക്കുമ്പോഴാണ്. ഈ ലോകത്തെ കൂടുതലും അട്രാക്റ്റ് ചെയ്യുന്നത് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, റിയൽ ആൻഡ് ജെന്യൂൻ ആയിട്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നിങ്ങളിൽ കോൺഫിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഐ കോണ്ടാക്ട് നാച്ചുറൽ ആകും, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് സ്ട്രോങ് ആകും, നിങ്ങളുടെ ലുക്സ് ബെറ്റർ ആകും. ബട്ട് നിങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അപ്പോൾ ലോകത്തിലുള്ള മറ്റെല്ലാ ടിപ്സും വേസ്റ്റാണ്. ആളുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ബിഗസ്റ്റ് റോൾ എന്താണെന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം താനേ നടക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.